ഇപ്പോഴത്തെ ക്രൈംസിൻ്റെയും ഡ്രഗ്സിൻ്റെയും ഈ ലവ് റിലേറ്റഡ് ക്രൈംസിൻ്റെയൊക്കെ വരുമ്പോൾ നമ്മുടെ ആൺമക്കളെ നമ്മൾ നല്ലവണ്ണം പഠിപ്പിക്കേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട്. ഈ ആൺമക്കളെ പഠിപ്പിക്കുന്നവരാ പെണ്ണുങ്ങളായ അമ്മമാരാണ് പഠിപ്പിക്കുന്നത്. ഈ അമ്മമാർ പഠിപ്പിച്ച ആൺമക്കളാണ് ഈ വെളിയിലിറങ്ങി അമ്മയുടെ ജെൻഡറിലുള്ള സ്ത്രീകളോട് അല്ലെങ്കിൽ സഹോദരിയുടെ ജെൻഡറിലുള്ള സ്ത്രീകളോട് ഈ ക്രൂരതയൊക്കെ കാണിക്കുന്നത്. എൻ്റെ കൂടെ പഠിച്ചിരുന്ന പലരും എന്നെക്കാളും വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ളവരുണ്ട്. അവർക്ക് ലക്ക് ഇസ് എ മേജർ ഫാക്ടർ. ബിക്കോസ് 3 കടമ്പയുണ്ട്. അപ്പോൾ അതിനകത്ത് ലക്ക് ഇസ് എ മേജർ ഫാക്ടർ. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ കാറ്റഗറൈസസ് അഡിക്ഷൻ ആസ് എ ഡിസീസ്, ബട്ട് വി ട്രീറ്റ് ഇറ്റ് ആസ് എ ക്രൈം. പോലീസിൽ വരുന്നതുകൊണ്ട് മാത്രം ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് വിമൻ ഉണ്ടാവുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പോലീസിൽ ഈ പറയുന്ന പോലെ പവറൊക്കെ വരുമ്പോൾ ആളുകൾ ഒരുപാട് മാറും, കാക്കിക്കകത്ത് കയറി കഴിഞ്ഞാൽ ഭയങ്കര ക്രൂരനാവും എന്നൊക്കെ പറയുന്നത്. പക്ഷേ ദാറ്റ് ഇസ് നോട്ട് സ്പെസിഫിക്കലി ടുവേർഡ്സ് വിമൻ, ഇറ്റ്സ് ടുവേർഡ്സ് അങ്ങനെയാണെങ്കിൽ ഇടികൊള്ളുന്നത് കൂടുതലും ആണുങ്ങൾക്കായിരിക്കും. പിന്നെ പിള്ളേർക്ക് ടൈം കൊടുക്കുമ്പോൾ പലപ്പോഴും നേരത്തെ അർജുൻ തന്നെ പറഞ്ഞ ആംബിഷനാണ് അവരുടെ പേരിൽ അടിച്ചേൽപ്പിക്കുന്നത്. ആ പല കുട്ടികൾക്കും ഇപ്പോൾ IIT JEE എഴുതാനോ അല്ലെങ്കിൽ MBBS എൻട്രൻസ് എഴുതാനോ അവർക്ക് താല്പര്യം കാണില്ല. അവർ ദേ മേ ബി ഹാവിങ് സം അതർ ഇൻട്രസ്റ്റ്. സർ, അടുത്ത ചോദ്യം വിമൺ ഓഫീസേഴ്സിനെ കുറിച്ചാണ്. ഇപ്പോൾ സിവിൽ സർവീസിൽ തന്നെ ഗവൺമെൻറ് തന്നെ ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് വിമൺ ഓഫീസേഴ്സ് വരണം, എല്ലാ സർവീസസിലും ഇതിലും വിമൺ വരണമെന്ന് പറയുന്നുണ്ട്. സോ IPSലാണെങ്കിലും ഇന്ത്യൻ സിവിൽ സർവീസിലാണെങ്കിലും സ്ത്രീകൾ ഒരുപാട് വരുന്നുണ്ട്, പെൺകുട്ടികൾ യങ് ലേഡീസ് ഓഫീസേഴ്സ് വരുന്നുണ്ട്. സോ സാറിൻ്റെ ഒരു കരിയർ സ്പാനിൽ യങ്സ്റ്റേഴ്സായിട്ട് വരാൻ പോകുന്ന ലേഡി ഓഫീസേഴ്സിനൊക്കെ വരുന്ന സമയത്ത് ഹൗ സേഫ് ഡു യു തിങ്ക് ദ ജോബ് ഇസ് ആൻഡ് എത്ര പ്രോഗ്രസീവ് ആണ് നമ്മുടെ സിസ്റ്റം? അങ്ങനെ ഒരു ഇപ്പോൾ വിമൺ ഇൻ കോമ്പാറ്റ് എന്ന് പറയുന്നത് തന്നെ ഇപ്പോൾ ആർമിയിലായിരുന്ന പോലെ തന്നെ ഹൈലി സ്കെപ്റ്റിക്കലായിട്ടാണ് അവർ ഓഫീസേഴ്സിനെ എപ്പോഴും കോമ്പാറ്റ് പൊസിഷൻസിൽ കണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്, പൈലറ്റ്സ് മാറി ഇതിലേക്കൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫോഴ്സിലും സിവിൽ സർവീസിലൊക്കെ വരുമ്പോൾ ഹൗ പ്രോഗ്രസീവ് ആർ വി, എത്രത്തോളം പ്രോഗ്രസീവ് ആണ് നമ്മുടെ സിസ്റ്റം ഒക്കെ സർ വിമൺ ഓഫീസേഴ്സിന് ഇനി ഫ്യൂച്ചറിൽ വരുമ്പോൾ? എനിക്ക് തോന്നുന്നു സിസ്റ്റം ഒരുപാട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. കാരണം ഞങ്ങൾക്ക് അറിയാമെന്നുള്ളപ്പോൾ ഞങ്ങൾ കയറി ഒരു ഫോർ അബൌട്ട് 10-15 years there were only 2 IPS officers, മറ്റേ മാഡം ശ്രീലേഖ ആൻഡ് മാഡം സന്ധ്യ. അവർ 2 പേര് 87 ബാച്ച് ആൻഡ് 88 ബാച്ച്. അത് കഴിഞ്ഞ് there was a gap. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് 1-2 പേരൊക്കെ വന്നു. അവർ കാഡർ ചേഞ്ചൊക്കെ എടുത്ത് നേറ്റീവ് കാഡറിലേക്കൊക്കെ പോയി. അതിനുശേഷം ലെറ്റസ് ഐ തിങ്ക് ഒരു ലാസ്റ്റ് 15 yearsലാണ് കൂടുതൽ പെൺകുട്ടികൾ വന്നു തുടങ്ങി. ഐ മീൻ ബേസിക്കലി ദാറ്റ് മീൻസ് ദാറ്റ് മോർ ആൻഡ് മോർ ഗേൾസ് ആർ ക്വാളിഫൈ. പണ്ടത്തെ ആറ്റിറ്റ്യൂഡ്, ഇപ്പോൾ വിമൻ ഓഫീസേഴ്സിൻ്റെ കാര്യം പറഞ്ഞാൽ വിമൻ IPS ഓഫീസേഴ്സിൻ്റെ പോലെ തന്നെയാണ് വിമൻ പോലീസ് പേഴ്സണൽ. ഇവിടെ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ കാലിക്കറ്റ് വനിതാ പോലീസ് സ്റ്റേഷനാണ്. മാഡം ഇന്ദിരാഗാന്ധി ഓപ്പൺ ചെയ്ത പോലീസ് സ്റ്റേഷനാണ്. അന്നോട്ട് വനിതാ പോലീസ് ഉണ്ടെങ്കിലും അവർക്കും ഇതേ സിമിലർ ഇഷ്യൂസ് അവർക്കും ഉണ്ടായിരുന്നു. ബിക്കോസ് ഒരു അക്സെപ്റ്റൻസിൻ്റെ ഒരു പ്രശ്നമാണ്. കാരണം പോലീസ് ഇസ് എ വെരി മെയിൽ ഡോമിനേറ്റഡ്, ഒരു മാച്ചോ ഇമേജ് ഉള്ള ഒരു ജോലിയാണ്. അപ്പോൾ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഇൻഡിവിജ്വൽസ് മെൻ്റൽ മേക്കപ്പ്. ഐ മീൻ ഇൻഡിവിജ്വൽസ് എന്ന് പറയുന്നത് അവരുടെ മെയിൽ കൊളീഗ്സിൻ്റെ മെൻ്റൽ മേക്കപ്പ്, സീനിയേഴ്സിൻ്റെയും കൊളീഗ്സിൻ്റെയും മെൻ്റൽ മേക്കപ്പ് അനുസരിച്ചായിരിക്കും ദ ഡീൽ ദേ ഗെറ്റ്. അപ്പോൾ ഈ വിമനോടുള്ള ഒരു ലെറ്റ് us say the difference in approach is a basic thing which is there, and it's a man-woman difference. But I won't say that is good or bad എന്ന് പറയില്ല, because it's something which we see it in the families. Exactly. We see it in the families. ഇപ്പം we realize that we have to teach our sons to behave better എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇപ്പോഴത്തെ ക്രൈംസിൻ്റെയും ഡ്രഗ്സിൻ്റെയും ഈ ലവ് റിലേറ്റഡ് ക്രൈംസിൻ്റെയൊക്കെ വരുമ്പോൾ നമ്മുടെ ആൺമക്കളെ നമ്മൾ നല്ലവണ്ണം പഠിപ്പിക്കേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട്. ഈ ആൺമക്കളെ പഠിപ്പിക്കുന്നവരാ പെണ്ണുങ്ങളായ അമ്മമാരാണ് പഠിപ്പിക്കുന്നത്. ഈ അമ്മമാർ പഠിപ്പിച്ച ആൺമക്കളാണ് ഈ വെളിയിലിറങ്ങി അമ്മയുടെ ജെൻഡറിലുള്ള സ്ത്രീകളോട് അല്ലെങ്കിൽ സഹോദരിയുടെ ജെൻഡറിലുള്ള സ്ത്രീകളോട് ഈ ക്രൂരതയൊക്കെ കാണിക്കുന്നത്. അപ്പോൾ യു ഹാവ് ടു ലുക്ക് ഡീപ്പ്. അപ്പോൾ ആ സർവീസിലുള്ള പ്രെജുഡിസസ് ഇപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ട്. കാരണം 2 ലെവലിലും ഈ പോലീസ് ഇപ്പം CPO സിവിൽ പോലീസ് ഓഫീസർ എന്നുള്ള ലെവലിൽ ഇപ്പോൾ വനിതാ റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ 33% ആണ് ടാർഗറ്റെങ്കിലും അത്രയൊന്നും എത്തിയിട്ടില്ലെങ്കിലും ലോട്ട് മോർ പീപ്പിൾ ആർ കമ്മിങ് ഇൻ. സോ ഇറ്റ്സ് ക്രിയേറ്റിംഗ് എ ചേഞ്ച്. അതേസമയം IPS ഓഫീസേഴ്സും കൂടുതൽ വരുന്നുണ്ട്. അപ്പോൾ 2 ലെവലിലും ആൾ വരുമ്പോഴത്തേക്കും ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഇസ് ഫോഴ്സ് ടു ചേഞ്ച്. യു കാൺട്ട് മെയിൻറ്റെയിൻ റിട്രോഗ്രേഡ് വ്യൂസ്. പിന്നെ ലീഗൽ സിസ്റ്റം, ഈ പറഞ്ഞ പോലെ ഒരു സ്ത്രീ ഒരു പരാതി പറഞ്ഞാൽ പിന്നെ അതിന് രണ്ടാമതൊരു ചോദ്യമില്ലല്ലോ. ദാറ്റ് അപ്ലൈസ് ടു IPS ഓഫീസേഴ്സ്, അപ്ലൈസ് ടു പോലീസ് പേഴ്സണൽ ഓൾസോ. So it is better that you don't get them to, you generate a complaint from them.
അപ്പോൾ ആ ലീഗൽസ് ഓൾസോ ഹെൽപ്സ് all that helps in assuring comfort for system this. is basically very System progressive is changing. System is progressive. System is changing. എന്നാലും ഞാൻ പറഞ്ഞില്ലേ, this goes beyond the uniform or the system or the job. This is a basic ഒരു ജനറ്റിക് കൾച്ചറൽ ഡിഫറൻസ് ആണ്, ഒരു മൈൻഡ് സെറ്റാണ്. അപ്പോൾ അത് മാറണമെങ്കിൽ പക്ഷേ അതിന് മാറ്റാൻ വേണ്ടിയിട്ടാണ്, അതിനെ റെസ്ട്രിക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ലോസ്, റൂൾസ്, വർക്ക് പ്ലേസ് സേഫ്റ്റിയുടെ റൂൾസ്. പക്ഷേ വാട്ട് യു സീ ഈസ് ദാറ്റ് പലപ്പോഴും ഈവൻ വിമൻ ഇൻ ഹെഡിങ് ദ ഓർഗനൈസേഷൻ, അവിടെ പോലും ചിലപ്പോൾ ഈ വർക്ക് പ്ലേസ് വിമൻ സേഫ്റ്റിക്ക് ഒരു കമ്മിറ്റി, വിശാഖ ജഡ്ജ്മെൻറ്റ് വന്ന് ദാറ്റ് ബിക്കേം എ ലോ. പലയിടത്തും നമ്മൾ നോക്കി ആ കമ്മിറ്റി ഈസ് നോട്ട് പ്രോപ്പർലി കോൺസ്റ്റിറ്റ്യൂട്ടഡ്. അപ്പോൾ ഇറ്റ് ഇസ് ജസ്റ്റ് എ ബ്യൂറോക്രാറ്റിക് തിങ്. അപ്പോൾ അതായത് ഇറ്റ്സ് നോബഡീസ് ഫാൾട്ട്, പക്ഷേ ആറ്റിറ്റ്യൂഡിനൽ ചേഞ്ചസ് ഹസ് ടു കം. ഇപ്പോൾ ആർ യു ഇൻട്രസ്റ്റഡ് ഇൻ ക്രൈം ഫിക്ഷൻ? ഡെഫിനറ്റ്ലി. ഹാവ് യു റെഡ് റെജിനാൾഡ് ഹിൽ? ഇല്ല, വായിച്ചിട്ടില്ല. There is a British writer, yes, from 1970, middle of 70s to 2009 and he has written about 25-30, excellent writer. So recently I read a book of his. അതിനകത്ത് it's an interchange between a senior male officer and a female colleague. അപ്പോൾ അതിനകത്ത് അങ്ങനെ പറയുന്നത് it's a design difference. Don't blame the machine, blame the engineer. Okay. You understand? I mean, it's something beyond ഈ നമ്മുടെ ഒരു നമ്മൾ പഠിക്കുന്നതിൻ്റെയോ അല്ലെങ്കിൽ നമ്മൾ അക്വയർഡ് ക്വാളിറ്റീസിനെ കവിച്ച് നിൽക്കുന്ന ഒരു വളരെ അണ്ടർലൈങ് ആയിട്ടുള്ള ഒരു അർജുൻ പറഞ്ഞ മാതിരി ഒരു ഇറ്റ്സ് എ ആറ്റിറ്റ്യൂഡ്. അതായത് ദോസ് ആറ്റിറ്റ്യൂഡ്സ് ഹാവ് ടു ചേഞ്ച്. പക്ഷേ ദേ ആർ ബീങ് ഫോഴ്സ്ഡ് ടു ചേഞ്ച് by the entry of more women officers, the legal system, പിന്നെ ഈ എന്താണ് മീഡിയ, various other things. We have access to a lot of things. Still bad things happen എന്നുള്ളത് ശരിയാണ്. പക്ഷേ I think it's changing. It's definitely changing and most of the women officers are doing really well and outstanding officers. കാരണം അത് എടുത്ത് ചോദിക്കും, ഞാൻ സിസ്റ്റത്തിൻ്റെ പ്രോഗ്രസീവ്നെസ് എത്രത്തോളം ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ റീസെൻ്റ്ലി നമ്മുടെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയും പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് യങ് ജഡ്ജസിന് ഈവൻ റെസ്റ്റ് റൂംസോ ടോയ്ലറ്റ്സ് പോലും രാവിലെ തൊട്ട് ആക്സസ് ചെയ്യാനുള്ള ഫെസിലിറ്റീസും അത്ര സിസ്റ്റം അത്രയും പ്രോഗ്രസ് ചെയ്ത് വരുന്നില്ല. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റ് സാർ പറഞ്ഞ പോലെ ഡെഫിനറ്റ്ലി മാറണം. കാരണം ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിലും പഠിക്കുന്ന പിള്ളേർ, ഇപ്പം നമ്മുടെ അടുത്ത് വരുന്ന പിള്ളേരാണെങ്കിലും ഇത് പ്രിപ്പറേഷൻ വരണമെന്ന് ഏറ്റവും കൂടുതൽ താല്പര്യം കാണിക്കുന്നത് പെൺകുട്ടികളാണ് ഇപ്പോൾ ഓഫീസേഴ്സിൽ വരണം എന്നുള്ളത്. അപ്പോൾ ഡെഫിനറ്റ്ലി ഐ തിങ്ക് ഈ മൈൻഡ് സെറ്റ് മാറുന്നത്. നെഗറ്റീവ് ട്രീറ്റ്മെൻറ്റ് കിട്ടുമോ എന്നുള്ളത് അതിനെ ലീവ് അലോൺ പോലീസ്. If that particular child goes into a bank job, if that particular child goes into a public sector job, if that particular child goes into any other, let us say, another force, the treatment will depend upon the attitude of the person interacting. അവിടെയാണ് ഇഷ്യൂ. സോ സിസ്റ്റമിക് സേഫ് ഗാർഡ്സ് എത്രയുണ്ടോ, സിസ്റ്റമിക് സേഫ് ഗാർഡ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെത്ര എൻഫോഴ്സ് ചെയ്യുന്നു, അതുപോലെ ഒരു കംപ്ലയിൻറ്റ് വന്നാൽ അതിൻ്റെ ജെന്യുവിനെസ്, പ്രിജുഡിസസ് ഇല്ലാതെ അത് ഡീൽ ചെയ്ത് ടു എൻഷുർ ജസ്റ്റിസ്, ജെൻഡർ ജസ്റ്റിസ് എന്ന് പറയുന്നത് ഇറ്റ് ബിക്കംസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ പേഴ്സൺ, ദ പർട്ടിക്കുലർ കീ പേഴ്സൺ ടു ഹൂം ഇറ്റ് ഇസ് പുട്ട് ഫോർവേഡ്. അപ്പോൾ അവരുടെ ദാറ്റ് ബിക്കംസ് അഗെയിൻ എൻ ഇഷ്യൂ ഓഫ് എ പേഴ്സൺ, ആറ്റിറ്റ്യൂഡ്, സിസ്റ്റം, മെയിൻ്റനൻസ് ഓഫ് ദ സിസ്റ്റം. പക്ഷേ ഈ പോലീസിൽ വന്നാൽ നെഗറ്റീവ്സ് ഫേസ് ചെയ്യുന്നത് ഷീ വിൽ ഫേസ് ഇറ്റ് എനിവെയർ ഇൻ ലൈഫ്. ഇതല്ലെങ്കിൽ എവിടെയെങ്കിലും അപ്പോൾ ബിക്കോസ് ദ ആറ്റിറ്റ്യൂഡ്സ് ആർ മോർ ഓർ ലെസ് ദ സെയിം. പോലീസിൽ വരുന്നതുകൊണ്ട് മാത്രം ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് വിമൻ ഉണ്ടാവുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പോലീസിൽ ഈ പറയുന്ന പോലെ പവറൊക്കെ വരുമ്പോൾ ആളുകൾ ഒരുപാട് മാറും, കാക്കിക്കകത്ത് കയറി കഴിഞ്ഞാൽ ഭയങ്കര ക്രൂരനാവും എന്നൊക്കെ പറയുന്നത്. പക്ഷേ ദാറ്റ് ഇസ് നോട്ട് സ്പെസിഫിക്കലി ടുവേർഡ്സ് വിമൻ, ഇറ്റ്സ് ടുവേർഡ്സ് അങ്ങനെയാണെങ്കിൽ ഇടികൊള്ളുന്നത് കൂടുതലും ആണുങ്ങൾക്കായിരിക്കും. ഇതിനോട് തന്നെ എനിക്ക് ഒരു സാധനം കൂടെ ആഡ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ, ഈ ഇന്റർവ്യൂവിന് പോകുന്നതിന് മുമ്പേ നമ്മുടെ സർവീസ് പ്രിഫറൻസുകളൊക്കെ ആഡ് ചെയ്യണമല്ലോ. നമ്മുടെ ഡാഫിനകത്ത് ആഡ് ചെയ്യുന്ന സമയത്ത് പേരൻസ് ഒക്കെ പലപ്പോഴും നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട്, ഇത് ഏത് സർവീസ് ചർച്ച വരും, ഏത് സർവീസിൽ നമ്പർ ഇടണം, അലോക്കേഷൻ വരും. നമ്മൾ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് യു ഗെറ്റ് അനദർ ചോയ്സ് ബേസ്ഡ് ഓൺ യുവർ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് യു ഗെറ്റ് എ ചോയ്സ്, ദെൻ യു ക്യാൻ റീഅറേഞ്ച് ദ ചോയ്സ്. അതിൽ എടുത്തു എഴുതി ചോദിക്കുന്ന കാര്യമുണ്ട്. അതായത് പേരന്റിന്റെ ഇതാണ് ഞാനിപ്പോൾ സാർ നമ്മൾ വിമൻ ഇൻ യൂണിഫോം അല്ലെങ്കിൽ വിമൻ ഇൻ സിവിൽ സർവീസ് ചോദിച്ചപ്പോൾ മാർക്ക് ചെയ്യുമ്പോൾ പേരന്റ് തന്നെ പറയാണ് മോളെടുത്ത് IPS വെക്കണം അല്ലെങ്കിൽ ടോപ്പ് യൂണിഫോം സർവീസസ് വെക്കുമ്പോൾ അതൊന്നും വേണ്ട, റെയിൽവേ സർവീസ് വല്ലതും പോരെ, കുറച്ചുകൂടെ കാം ആൻഡ് ക്വൈറ്റ് ആയിട്ട് ജീവിച്ചാൽ പോരെ, ഈ ഡേഞ്ചറസ് സിറ്റുവേഷനിലേക്ക് എക്സ്പോസ് ചെയ്യുന്ന എന്തിനാന്നില്ലേ? അത് ശരിക്കും അല്ല, അതിപ്പോ അങ്ങനെ കാണേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ കാണേണ്ട ആവശ്യമില്ല. കാരണം ഒരു ബോയ്, ഇപ്പോൾ എനിക്കൊന്ന് പേരൻസിനും കൂടെ ഇത് കാണുന്ന ഒരുപാട് ആൾക്കാർക്കും കൂടെ ഒരു ബോയ് ആൻഡ് ഗേൾ ആർ ഈക്വൽ. ഇപ്പോൾ നമ്മുടെ മകനെ നമ്മൾ എക്സ്പോസ് ചെയ്യാം, ഡേഞ്ചറിനെ എക്സ്പോസ് ചെയ്യാൻ വില്ലിംഗ് ആണ്
പെൺകുട്ടിയെ ഡേഞ്ചറിന് എക്സ്പോസ് ചെയ്യാൻ വില്ലിങ് അല്ല എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു വുമൺ സ്പെസിഫിക് ആയിട്ടുള്ള ചില ഡേഞ്ചേഴ്സ് ഉണ്ട് ഓഫ് ഫിസിക്കൽ അഗ്രഷൻ ആൻഡ് വേരിയസ്. അതൊക്കെ വളരെ അതൊക്കെ വളരെ റെയർ ഒക്കറൻസസ് ആണ് ഇന്നത്തെ സൊസൈറ്റിയിൽ, എസ്പെഷ്യലി കേരള സൊസൈറ്റിയിൽ. ഈവൻ ഒരു ഡിഫമേഷൻ ഓർ ബാഡ് ട്രീറ്റ്മെൻറ്റ് ഓർ ഹരാസ്മെൻറ്റും ഒക്കെ വളരെ വളരെ റെയറാണ്. ബിക്കോസ് ദാറ്റ് വിൽ ഹാപ്പൻ ഇൻ ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ലെറ്റ് സേ വൺ പർട്ടിക്കുലർ ഇൻഡിവിജ്വൽ എക്സ് വിത്ത് വൺ പർട്ടിക്കുലർ ഇൻഡിവിജ്വൽ വൈ. ഇഫ് ദിസ് എക്സ് ഹാസ് എ റോങ് ആറ്റിറ്റ്യൂഡ് ഹി വിൽ ആക്ട് ദ സെയിം എനിവെയർ. പോലീസിൽ മാത്രമൊന്നുമില്ല, സിവിൽ സർവീസിൽ എവിടെയാണെങ്കിലും അയാൾ തന്നെ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് അതിൽ കവിഞ്ഞ റിസ്ക്കില്ല. അപ്പം മകനെ റിസ്കിന് എക്സ്പോസ് ചെയ്യാമെങ്കിൽ മകളെ റിസ്കിൽ എക്സ്പോസ് ചെയ്യാം. ചിലപ്പോൾ വാട്ട് യു തിങ്ക് സർ, ചിലപ്പോൾ അതിനകത്തൊരു ഇവരുടെ ഫാമിലി ലൈഫ് അല്ലെങ്കിൽ മുന്നോട്ടുള്ള സർവീസ് കിട്ടുമ്പോഴുള്ള ഗ്ലിറ്റ്സ് കഴിഞ്ഞിട്ടുള്ള ഇവരുടെ ലൈഫ് കാര്യങ്ങൾ അതിനൊക്കെ ചിലപ്പോൾ ഒരു ഡിഫിക്കൽട്ടി സാർ ആദ്യം പറഞ്ഞ പോലെ അങ്ങനെ ഒരു ഡെഫിനറ്റ്ലി അതിപ്പോൾ സർവീസിൽ വരുമ്പോൾ അതൊരു ഇഷ്യൂ ആണ്. അതായത് ഇപ്പം ഡോക്ടേഴ്സിൻ്റെ കാര്യം, രണ്ട് ഡോക്ടേഴ്സ് ആണെങ്കിൽ ദേ വിൽ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദ ഷെഡ്യൂൾസ്. കുറെ കൂടെ അവർ മേ ബി ദേ വിൽ അണ്ടർസ്റ്റാൻഡ് ഈച്ച് അതേഴ്സ് കൺസേൺസ്. അപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ സർവീസിൽ വരുമ്പോൾ രണ്ട് ഹൈ പ്രഷർ ജോബ്, ഇപ്പോൾ ഒരാൾ IPSലാണ്, വേറൊരാൾ ഇപ്പോൾ പ്രൈവറ്റ് സെക്ടറിൽ തന്നെ ഇത്രയും ഹൈ പ്രഷർ ജോബ് ആണെങ്കിൽ ഇത് ഫാമിലി വിൽ സഫർ. അല്ല പക്ഷേ ടൈം സ്പെൻഡ്, ടൈം ഫോർ ചിൽഡ്രൻ അങ്ങനെയൊക്കെ വരുന്നതിൽ സഫർ ചെയ്യും. അതുപോലെ ഇവർക്ക് കുറേ കൂടെയൊക്കെ കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് അവരുടെ റിക്വയർമെൻറ്റ്സ് ഉള്ളതുകൊണ്ട് അവർക്ക് ദേ മേ നോട്ട് ബി ഏബിൾ ടു ഡീവിയേറ്റ് ഫ്രം ദർ ഷെഡ്യൂൾസ് ആൻഡ് തിങ്സ്. അപ്പോൾ ഫ്രിക്ഷൻ വരും. അപ്പോൾ അത് യു ഹാവ് ടു ദാറ്റ് സംതിങ് വിച്ച് യു ഹാവ് ടു വർക്കൗട്ട്. പിന്നെ ഒരു കാര്യം കൂടെ സർ, അഗെയിൻ ഐ വുഡ് ലവ് ടു സാറിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് എനിക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. കാരണം പ്രിപ്പറേഷൻ ഇപ്പം നമ്മൾ അല്ലാതെയും ഓഫ് ദ റെക്കോർഡും നമ്മൾ ഇതിനെക്കുറിച്ച് കഴിഞ്ഞ കുറേ നാളായിട്ട് സംസാരിക്കുന്നുണ്ട്. അതായത് ഒത്തിരി യങ്സ്റ്റേഴ്സാണ് ഈ സിവിൽ സർവീസ് ആഗ്രഹിച്ചു വരുന്ന ആൾക്കാർ. ഇത്ര ലക്ഷം ആൾക്കാരിൽ നിന്നും വരുമ്പോൾ വലിയൊരു കോമൺ മാൻസ് ആഗ്രഹമാണ് ഒരു സർവീസിൽ ജോയിൻ ചെയ്യണം, സെർവ് ചെയ്യണം എന്നൊക്കെ ഉള്ളത്. പക്ഷേ സാറ് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തൊരു പോയിന്റിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഇതെവിടെയോ ഒരു ട്രാപ്പായി മാറുന്നുണ്ട്. നമ്മുടെ വർഷം ജീവിതത്തിൽ നമ്മൾ എടുക്കുന്ന എഫേർട്ട്, ഒരു അറ്റംപ്റ്റ് കിട്ടുന്നില്ല, 2 അറ്റംപ്റ്റ് കിട്ടുന്നില്ല, 3ാമത്തെ അറ്റംപ്റ്റ് കിട്ടുന്നില്ല. സാറിന് ഡെഫിനറ്റ്ലി ആ സമയമാകുമ്പോൾ സാറിൻ്റെ വാശി ആക്ടിവേറ്റ് ആയി, സാറിൻ്റെ വാശി ട്രിഗർ ചെയ്ത് സാറിന് സർവീസ് കിട്ടി. 4, 5, 6 ഇപ്പോൾ 6 അറ്റംപ്റ്റ് ഉണ്ട് ജനറൽ കാൻഡിഡേറ്റ്സിന്, റിസർവേഷൻ ഉള്ളവർക്ക് അൺലിമിറ്റഡ് അറ്റംപ്റ്റ്സും ഉണ്ട്. ഇതൊക്കെ അറ്റംപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഒരു ഫിക്സേഷൻ ഉണ്ട്, ഇത് എനിക്ക് വേണം എന്നുള്ളത്. സോ ഡു യു തിങ്ക് ഇസ് ഇറ്റ് വർത്ത് യുവർ ടൈം എന്ന് സാറിൻ്റെ ഒരു ഡെഫിനറ്റ്ലി ഒരു പൊസിഷൻ ഇരുന്ന് നോക്കുമ്പോൾ അതെങ്ങനെയാണ് സാറ് വിഷ്വലൈസ് ചെയ്യുന്നത്? അതിന് 2 ആസ്പെക്റ്റ് ഉണ്ട്. അതായത് ഒന്ന്, ഈ പറഞ്ഞ പോലെ ദർ ഇസ് നോ സെൻസ് ഇൻ വേസ്റ്റിംഗ് യുവർ ലൈഫ്. യു ട്രൈ ഫോർ ഇറ്റ് വൺസ് ഓർ ട്വൈസ് ഓർ ത്രൈസ്. അത് the fact that you don't make it doesn't mean that you are any lesser by any measure, that you don't deserve it or that you are a lesser person in any level of competence. It doesn't mean that. I can honestly say എൻ്റെ കൂടെ പഠിച്ചിരുന്ന പലരും എന്നെക്കാളും വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ളവരുണ്ട്. അവർക്ക് ലക്ക് ഇസ് എ മേജർ ഫാക്ടർ. ബിക്കോസ് 3 കടമ്പയുണ്ട്. അപ്പോൾ അതിനകത്ത് ലക്ക് ഇസ് എ മേജർ ഫാക്ടർ. അപ്പോൾ അവർ അതിനുശേഷം ഇപ്പോൾ BSSCയുടെ സെക്കൻഡ് ആയ ഒരു കക്ഷിയുണ്ട്. ഞങ്ങൾ സെയിം ഇയർ ഇൻ സ്കൂൾ, ഞങ്ങൾ ഒന്നിച്ചാണ് പ്രിലിമിനറിക്ക് പഠിച്ചത്, മെയിനിന് പഠിച്ചത്. ഹീ ഡിഡ്ന്റ് ഗെറ്റ് ത്രൂ. പക്ഷേ ഈ റോസ് അപ്പ് ദ റാങ്ക്സ്. എന്നിട്ടിപ്പോൾ ഈസ് എ പ്രിൻസിപ്പൽ ഓഫ് സം കോളേജ് ആഫ്റ്റർ റിട്ടയർമെൻറ്റ്. ഇറ്റ് ഡിഡ് എക്സലൻ്റ്ലി വെൽ. ഭയങ്കര ഒരു ഇൻ്റർനാഷണൽ ലെവലിലുള്ളൊരു കരിയർ. അതുപോലെ വേറെ ആൾ ഗൾഫിൽ പോയി നന്നായി. അപ്പം ഇറ്റ്സ് നോട്ട് എ ടെസ്റ്റ് ഓഫ് യുവർ എബിലിറ്റി ഓർ കേപ്പബിലിറ്റി ഓർ യുവർ ക്വാളിറ്റി. അത് ആദ്യം മനസ്സിലാക്കണം. രണ്ടാമത്തെ ഇതിന് വേറൊരു ആംഗിൾ ഉള്ളത്, ആക്ച്വലി വേറെ ഒരു ഡിഗ്രി വെച്ച് വാട്ട് യു ഗെറ്റ് ഇസ് എ ലോട്ടറി. ഓക്കെ, മനസ്സിലായില്ലേ? ഐ വാസ് ജസ്റ്റ് എ BCom ഗ്രാജുവേറ്റ് വെൻ ഐ ഗെറ്റ് ഇൻ ടു ദ ജോബ്. അതായത് സോ ജസ്റ്റ് ഇമാജിൻ, ഈ പറഞ്ഞതുപോലെ ഒരു MBBS MD ഒക്കെ എടുത്തിട്ട് ഇതിനകത്ത് കഷ്ടപ്പെട്ട് 2-3-4 കൊല്ലം കഴിഞ്ഞ് ചാടി വരുന്നു. ഞാൻ വെറും BCom വെച്ചിട്ട് നമ്മൾ ഇതിനകത്തോട്ട് ചാടുന്നു. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ആക്ച്വലി യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. അതായത് ഒരു വെറും ഗ്രാജുവേഷൻ വെച്ച് യു ക്യാൻ ഗെറ്റ് ഇൻ. അപ്പോൾ ദെൻ വെൻ യു ഹാവ് ഓൾറെഡി സ്പെൻഡ് ലോട്ട് ഓഫ് യുവർ formative years in studying some specialization, എന്നിട്ട് പിന്നെ ഇങ്ങോട്ട് ചാടുമ്പോൾ ദാറ്റ് ബോയിൽസ് ഡൗൺ ടു എ ക്വസ്റ്റ്യൻ ഓഫ് വാട്ട് ഡു യു വാണ്ട് ഫ്രം ലൈഫ്. നമുക്ക് അതൊരു ഐഡിയ വേണം. നമ്മൾ എന്താണ് നമുക്ക് ജീവിതത്തിൽ എന്താണ് വേണ്ടത്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഞങ്ങളുടെ കാലത്തൊക്കെ പഠിക്കുക, ഒരു ജോലി വാങ്ങിക്കുക, പാരൻസിൻ്റെ എന്നുള്ള ബർഡൻ ഒഴിവാക്കുക, ജോലി വാങ്ങിച്ച് പിന്നെ ജീവിതം സെറ്റപ്പ് ആക്കുക, കല്യാണം കഴിക്കുക. അങ്ങനെ ജോലിയിലിരുന്നപ്പോഴാണ് വേറെ ചിലർ കുറച്ചുകൂടെ നല്ല ജോലിയായി നമ്മളങ്ങോട്ട് ചാടി. അപ്പോൾ അത് അന്നത്തെ ലെവൽ ഓഫ് പ്രോഗ്രഷൻ അതാണ്. ഇപ്പോൾ പക്ഷേ പലരും അർജുൻ പറഞ്ഞാൽ ഇതിനകത്തൊരു ഫാസിനേഷനാണ്. പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ആസ് പേയിങ് ആസ് എനി ഓഫ് ദ അതർ ജോബ്സ്. അപ്പം ഒരു ടെക് ഡിഗ്രി ഉണ്ടെങ്കിൽ ഇൻ പ്രൈവറ്റ് സെക്ടർ യു ക്യാൻ ഗെറ്റ് മച്ച് മോർ. പക്ഷേ ഇതിൽ തരുന്ന അതോറിറ്റിയും ആക്സസും ഇസ് ട്രെമൻഡസ്. യു ഹാവ് നോ ആൻസേഴ്സ് ഫോർ ദാറ്റ്.
പക്ഷേ അതിനോടൊപ്പം തന്നെ ഇഫ് യു വോണ്ട് ടു ഡു ജസ്റ്റിസ് യു ഹാവ് ടു സഫർ എ ലോട്ട്. ഈ പറഞ്ഞാൽ ഇറ്റ്സ് എ സർവീസ്. You have to really, you should really be willing to grind, put your nose to the grinder and work. നേരെ മറിച്ച് പ്രൈവറ്റ് സെക്ടറിൽ ഉഴപ്പാൻ പറ്റില്ല. യു ആർ ആൻസറബിൾ എവറി സെക്കൻഡ്. യു ആർ ആൻസറബിൾ ആൻഡ് എപ്പോൾ വേണമെങ്കിലും പക്ഷേ ഇവിടെ സിസ്റ്റം ഗിവ്സ് യു എ ലോട്ട് ഓഫ് ലീവ്. ഈ പറഞ്ഞ പോലെ നമ്മൾ എല്ലാ സെഷനിലും എത്ര പേര് കേസുണ്ട്, എത്ര പേര് വിജിലൻസ് എൻക്വയറി ഉണ്ടെന്നൊക്കെ നോക്കുമെങ്കിലും 10-15 കൊല്ലം കഴിയുമ്പോഴും നമ്മളൊക്കെ അവിടെയൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ ആ ഒരു ഡിഫറൻസ്, ദാറ്റ്സ് എ ഹിഡൻ ഡിഫറൻസ് ആക്ച്വലി. ദാറ്റ്സ് എ ഹിഡൻ ഡിഫറൻസ്. ഇറ്റ് ഗിവ്സ് യു എൻ ഇമ്മൻസ് സെക്യൂരിറ്റി ഓഫ് ടെന്യൂർ. അപ്പോൾ അതൊരു ചാമാണ്. പക്ഷേ I would say there, let us say, more superior levels of justice will work if you enjoy all this and don't do what you should do. Somebody who is keeping accounts എന്നുള്ളതാണ് എൻ്റെ ഫിലോസഫി. പക്ഷേ അതിലെ ബേസിക് ഡിഫറൻസ് ആണ്. വൺ, you should know what you want to do out of your life. So beyond, let us say, 3-4 attempts, it doesn't mean anything to you. It doesn't mean that you are incapable എന്നുള്ളതല്ല. പലരും അങ്ങനെയാണ് എടുക്കുന്നത്, ഒരു പേഴ്സണൽ ഇതായിട്ടാണ് എടുക്കുന്നത്. ഞാൻ എന്നെ പ്രൂവ് ചെയ്തിട്ടില്ല, പ്രൂവിങ്ങിന് വേണ്ടി വർഷങ്ങൾ സ്പെൻഡ് ചെയ്ത് they end up nothing. അതെ. അതുപോലെ തന്നെ 21-22 വയസ്സിൽ സർവീസ് കയറുന്ന കുട്ടികളുണ്ട്. അപ്പോൾ ഈ 30 വയസ്സിലും 32 വയസ്സിലൊക്കെ സർവീസ് കയറിയാൽ യു ആർ ഹാവിങ് എ ഡിസഡ്വാൻറ്റേജ് ഓഫ് 11 ഇയേഴ്സ്. അപ്പോൾ ഈ ശരിക്കും എഫക്റ്റ് ചെയ്യും നമ്മുടെ, തീർച്ചയായിട്ടും എഫക്റ്റ് ചെയ്യും. അത് പിന്നെ നമ്മുടെ ഒരു ബേസിക് പേഴ്സണാലിറ്റിയുടെ മോഡൽ. അപ്പോൾ ലെറ്റ് us say you are 30-32 and you join and the person sitting above you is only 22 അല്ലെങ്കിൽ മാക്സിമം 25 and you physically തന്നെ an elder person and a younger person. I see you as a younger person, you see me as a older person. അപ്പോൾ അതിനകത്ത് ഒരുപാട് സൈക്കോളജിക്കൽ തിയറീസ് അതിനകത്ത് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്കത് സഹിക്കല്ലോ. ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൽട്ട് ടു പുട്ട് അപ്പ് വിത്ത് എ ലോട്ട് ഓഫ് തിങ്സ്. പിന്നെ നമ്മുടെ കരിയർ പ്രോഗ്രഷൻ മുകളിലോട്ട് ചെല്ലുമ്പോഴത്തേക്കും യു വിൽ ബി ഓവർടേക്കൺ ബൈ പീപ്പിൾ യങ്ങർ ദാൻ യു. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ യു വോണ്ട് റീച്ച് ദ ടോപ്പ്. Even if you reach somewhere near the top, you will be jettisoned because there will be more younger, more capable people around. അപ്പോൾ അങ്ങനെ കുറേ ഫ്രസ്ട്രേഷൻസ് അതിനകത്തുണ്ടാവും. അല്ല, ഇനി ഒരു പബ്ലിക് സർവീസ് തന്നെ വേണമെന്ന് അത്ര ഒരു അത് ജെനുവിൻ ഒരു നീഡുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ. പക്ഷേ എന്നാലും മൈ പേഴ്സണൽ ഐഡിയ വുഡ് ബി, ഇഫ് ഐ ടെൽ മൈ ചിൽഡ്രൻ, I would say don't do more than 3 attempts. 4 attempts is the maximum, because by 4 attempts, like we were discussing, you have already spent 6 years of your life. 6 years is too much. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ആ 6 years കൊണ്ട് നമ്മുടെ ചോസൺ പ്രൊഫഷനിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്ന യു ഗെറ്റ് എ മച്ച് ബെറ്റർ കരിയർ അതർവൈസ്. അതെ അതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിൽ ചോയ്സ് നമ്മൾ അതിൻ്റെ ആ പെർക്സ് മാത്രം നോക്കി ചൂസ് ചെയ്യുന്നത് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് ബെനിഫിഷ്യൽ. ദാറ്റ്സ് വെൽ ടേക്കൻ ഐഡിയ സാർ. എനിക്ക് തോന്നുന്നത് കറക്റ്റുമാണ് സാറിന് ഇത്ര എക്സ്പീരിയൻസ് പറഞ്ഞപ്പോൾ. പക്ഷെ എന്നാലും ഒരുപാട് ഈ പ്രിപ്പറേഷൻ സൈക്കിൾ ഇപ്പോൾ ഏജ് ലിമിറ്റ് ഒക്കെ കൂട്ടിയതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ജോലിയൊക്കെ ചെയ്ത് മടുത്ത് ഇനി ഒരു കരിയർ സിവിൽ സർവീസിലേക്ക് എടുക്കാം എന്ന് പറഞ്ഞു വരുമ്പോൾ 30, 31, 32 ലാസ്റ്റ് അറ്റംപ്റ്റിലേക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ആൻഡ് സം ഓഫ് ദം എൻഡ് അപ്പ് സക്സസ്ഫുൾ ഓൾസോ. ബാക്കിയുള്ളവർക്ക് അതൊരു, പക്ഷെ പരീക്ഷ സക്സീഡ് ചെയ്താലും ദ ജോബ് ഇസ് ദ സെയിം. ഐ മീൻ വെറെവർ യു ആർ, യു ഹാവ് ടു വർക്ക് ആൻഡ് യുവർ കമ്മിറ്റ്മെൻറ്റ്, യുവർ ഹാർഡ് വർക്ക്, യുവർ പെർസിസ്റ്റൻസ്, എവറിഥിങ് മാറ്റേഴ്സ്. അപ്പോൾ ഇതിനകത്ത് വന്നിട്ടും ഇഫ് യു ആർ നോട്ട് അപ്ലൈയിങ് യുവർ സെൽഫ്, you will exist, you may get a lot of benefits, but you will be doing a lot of indirectly you will be doing a lot of harm to the system and to the society. I mean, ഈ പറഞ്ഞ പോലെ I am not pontificating, that is a fact. If you realize that once you come in, ഇത് നമുക്ക് പറ്റുന്നത്ര എനിക്ക് എടുക്കാൻ പറ്റുന്ന എഫർട്ടിനേക്കാളും കൂടുതലാണെന്ന് തോന്നിയാൽ there is no sense in then being there. പക്ഷേ ഒരുവിധം കമ്മിറ്റ്മെൻറ്റുള്ള എല്ലാവർക്കും ചെയ്യാം. പക്ഷേ ലൈക്ക് യു സെഡ് വെരി റെലവൻ്റ്ലി നമ്പർ ഓഫ് സീറ്റ്സ് ആർ ലിമിറ്റഡ്. നമ്മുടെ അടുത്ത് ഫെയിലിയർ വരുന്ന സമയത്ത് എല്ലാവരും ചോദിക്കും, ഓരോ പ്രിപ്പറേഷൻ കഴിയുമ്പോൾ ഒരു പ്രിപ്പറേഷൻ്റെ ഫെയിലിയർ, ഇപ്പോൾ ആസ് എ ടീച്ചർ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതിൻ്റെ സക്സസിനെക്കാട്ടും കൂടുതൽ ഇത് തോറ്റു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇമോഷണൽ ട്രോമ കവറപ്പ് ചെയ്യാനുള്ള ഒരു സപ്പോർട്ട് ഡെഫിനറ്റ്ലി ഇത് ആ ടീച്ചറിന് രീതി നമ്മൾ കൊടുക്കാറുണ്ട്. കാരണം അവർക്കൊരു പോയിന്റ് കഴിയുമ്പോൾ അവർ സാറ് നേരത്തെ പറഞ്ഞാൽ അവർ ഇമോഷണൽ പേഴ്സണലി ആണ് എടുക്കുന്നത്. എൻ്റെ കഴിവില്ലായ്മ കൊണ്ടാണ് ഞാൻ തോറ്റുപോയത്. സോ സാർ ഇപ്പോൾ പറഞ്ഞു വി ഓൾ ടെൽ ദം നമ്പർ ഓഫ് വേക്കൻസീസ് ആർ വെരി ലെസ്. അതെ. സോ അതിനകത്തുള്ളവരല്ലേ എടുക്കാൻ പറ്റും. ദെർ ഹാസ് ടു ബി എ ഫിൽട്ടർ. സോ യു വിൽ ബി ഫിൽട്ടർഡ് ഔട്ട് സംഹൗ. എങ്ങനെയെങ്കിലും ഒരു എന്തെങ്കിലും ക്രൈറ്റീരിയ വെച്ചിട്ട് മാത്സിൻ്റെ ഏതെങ്കിലും ഇതിൻ്റെ മാർക്ക് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഈക്വൽ മാർക്കുള്ള കുറേ പേര് വന്നാൽ എന്ത് ചെയ്യും? അതിനും സം ഫിൽട്ടർ വിൽ ബി അപ്ലൈഡ്. സോ ബിയോണ്ട് എ പോയിന്റ് ഇറ്റ്സ് നോട്ട് വിത്തിൻ യുവർ കൺട്രോൾ. അപ്പം യു ഗിവ് ഇറ്റ് യുവർ ബെസ്റ്റ് ഷോട്ട്. മേ ബി ഫോർ 3 years. 3 years എന്ന് പറയുമ്പോൾ തന്നെ 4.5 years to 5 years ആയി. ആ 5 years കൂടുതൽ ലൈഫ് വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് എനിക്കറിഞ്ഞൂടാ. കാരണം
അങ്ങനെ ഇതിനകത്ത് കിട്ടിയാൽ ഐ ഡോണ്ട് നോ ജസ്റ്റ് ബീങ് എ സിവിൽ സർവീസ് ഓഫീസർ ഇഫ് ഇറ്റ് ഗിവ്സ് യു സോ മച്ച് ഓഫ് let us say life satisfaction, maybe it entails a great change in status and all that, പക്ഷേ ultimately whether you would be happier എന്നുള്ളത് I really doubt. ഓക്കെ സാർ. സാർ മൂവിങ് ഓൺ ടു ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സാറിനെ കുറിച്ച് ഒരുപാട് വായിച്ച സമയത്തൊക്കെ സാറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം ഓൺ റെക്കോർഡ് ഉള്ളത് ഡ്രഗ്സിനെ കുറിച്ചിട്ട് എക്സൈസ് കമ്മീഷണർ ആയിരുന്ന സമയത്തും ഐ ഹവ് റെഡ് എ ലോട്ട് ഓഫ് തിങ്സ് വിച്ച് യു ഹവ് സെഡ് അബൌട്ട് ഡ്രഗ്സിൻ്റെ യൂസും അതിൻ്റെ പെനിട്രേഷനൊക്കെ നമ്മൾ വിചാരിക്കാത്ത ലെവലിലാണ് ഫാമിലീസിലും സിസ്റ്റത്തിൻ്റെ അകത്തുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ അത്രയും പെനിട്രേഷനിലേക്കാണ് അത് പോകുന്നതെന്നുള്ളത്. സോ മേ ബി ഒരു അവയർനെസ് എന്ന രീതിയിലും സാറിൻ്റെ ടേക്ക് എന്താണ്? ഞാൻ അത് വായിച്ചപ്പോൾ ഐ തോട്ട് ഐ ഷുഡ് ആസ്ക് യു ദിസ്. അല്ല, ഡ്രഗ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ഉണ്ടാവും. കാരണം നമ്മുടെ 60s മുമ്പ് ഡ്രഗ്സ് ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ കൊച്ചായിരുന്ന സമയത്ത് ഈ കഞ്ചാവ് വാസ് ഒരു റേജ് ആയിരുന്നു. അന്ന് ഈ ബുജി എന്ന് പറയും, ബുദ്ധിജീവി. അപ്പോൾ ഒരു ജൂബ ഇട്ട് ഒരു ബാഗ് ഇട്ട് കുറച്ച് കഞ്ചാവ് മുടിയൊക്കെ വളർത്തി കഞ്ചാവ് വലിച്ചില്ലെങ്കിൽ യു ക്യാൻ ബി എൻ ആർട്ടിസ്റ്റ്, യു ക്യാൻ ബി എ ലിറ്റററി ഫിഗർ, യു ക്യാൻ ബി എൻ ഇൻ്റലക്ച്വൽ, യു ആർ നോട്ട് അക്സെപ്റ്റഡ്. പിന്നെ ഇതൊന്നും അല്ലെങ്കിൽ ഇതൊക്കെ കൂടെ ചെയ്യാമെങ്കിൽ അങ്ങനെ ഒരു അക്സെപ്റ്റൻസ്. അപ്പോൾ അത് പെട്ടെന്ന് അങ്ങ് പാസ് ചെയ്തു. പക്ഷേ ഇപ്പോൾ വരുന്ന ഇതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ വരുന്ന ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ റിയലി ഡേഞ്ചറസ്. ഈവൻ വൺ യൂസ് ഗെറ്റ്സ് യു അഡിക്റ്റഡ് ആൻഡ് ദ ഫിസിക്കൽ ആൻഡ് ദ സൈക്കോളജിക്കൽ ഡാമേജ് ഇസ് മച്ച് മോർ. പിന്നെ വേറൊരു ഇഷ്യൂ എന്നുള്ളത്, ഇപ്പോൾ അതിനെ കോമ്പൗണ്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, പണ്ടൊക്കെ വി ഓൾ കെയിം ഫ്രം മോർ ഓർ ലെസ് ജോയിൻറ്റ് ഫാമിലീസ്, സംവാട്ട് സെക്യൂർ ഫാമിലീസ്. നമുക്ക് ഈ പറഞ്ഞ പോലെ ആംബിഷൻസ് ഒക്കെ കുറവായിരുന്നു. നമുക്ക് ഈ ആങ്സ്റ്റ് എന്ന് പറയുന്നതിനുള്ള റീസൺസ് കുറവായിരുന്നു. ഇപ്പോൾ പക്ഷേ ഈ പറഞ്ഞതുപോലെ എല്ലാ ലെവലിലും ആംബിഷൻസ് കൂടുതലാണ്. പിന്നെ ഫാമിലീസിന് ഇപ്പോൾ ക്വാളിറ്റി ടൈം ഫോർ ദ ചിൽഡ്രൻ ഇല്ല. നേരത്തെ പറഞ്ഞ പോലെ 2 ഹൈ ഫ്ലൈയിങ് കരിയർ ആകുമ്പോഴത്തേക്കും ദ ചൈൽഡ് റിയലി ലൂസസ് ഔട്ട്. അപ്പം പണ്ട് ഞങ്ങളുടെ സമയത്ത് ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ഈവൻ അർജുൻ്റെ സമയത്ത് ചെറുപ്പമായിരുന്നു ഉണ്ടായിരുന്നതിനെക്കാട്ടിലും ഈ പ്രൊമോട്ടിംഗ് ഫാക്ടേഴ്സ് ഇപ്പോൾ ഭയങ്കര കൂടുതലാണ്. അതുപോലെ നമുക്കൊരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് ഡിസ്കസ് ചെയ്യാനിപ്പോൾ പിള്ളേരെല്ലാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണ്. ഇറ്റ്സ് എ വിർച്വൽ വേൾഡ്, ഇറ്റ്സ് എൻ അൺറിയൽ വേൾഡ്. പിള്ളേരിപ്പോൾ കൺഫൈഡ് ചെയ്യുകയോ സംസാരിക്കുകയോ, പാരൻസിൻ്റെ അടുത്ത് കൺഫൈഡ് ചെയ്യുന്നില്ല, സംസാരിക്കുന്നില്ല. പാരൻസിന് പിള്ളേരെ പേടിയാണ്. പാരൻസ് ഡോണ്ട് നോ ഹൗ ടു മാനിപ്പുലേറ്റ് ദ ഗാഡ്ജറ്റ് വിത്ത് ദ ചിൽഡ്രൻ ആർ യൂസിങ്. അപ്പോൾ ദേ ആർ ഏബിൾ ടു ഹൂഡ്വിങ് ദ പാരൻസ് വെരി ഈസിലി. അപ്പോൾ പാരൻസ് ആറട്ടെ ഒരു ബാക്ക് ഫുട്ട്. പിന്നെ പാരൻസ് വിചാരിക്കുന്നത്, ഇപ്പോൾ എൻ്റെ മോൻ്റെ അടുത്തോ മോളുടെ അടുത്തോ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അവൻ എന്തെങ്കിലും പോയി ചെയ്തു കളഞ്ഞാലോ, ദാറ്റ്സ് എ ട്രഡീഷണൽ മിഡിൽ ക്ലാസ് റെസ്പോൺസ്. അപ്പോൾ പാരൻസ് ആർ അഫ്രൈഡ് ഓഫ് ദ ചിൽഡ്രൻ. പിന്നെ അനദർ തിങ്, ദ ടീച്ചേഴ്സ് ആർ അഫ്രൈഡ് ഓഫ് ചിൽഡ്രൻ. ഇൻ സ്കൂൾസ് ആൻഡ് കോളേജസ് there is actually the teachers are afraid of children rather than the children being afraid of the teacher. കാരണം സിസ്റ്റം അങ്ങനെയാണ്. സിസ്റ്റം ദോഷമാണെന്നല്ല ഞാൻ പറയുന്നത്. വി ഹാവ് പുട്ട് ഇൻ വെസ്റ്റേൺ സ്റ്റാൻഡേർഡ്സ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഈക്വാലിറ്റി ആൻഡ് ഓൾ സോർട്സ് ഓഫ് തിങ്സ്. പക്ഷേ അത് പലപ്പോഴും ഇറ്റ് ആക്ട്സ് ആസ് എ ലൂപ്പ് ഹോൾ ഫോർ റോങ് ടെൻഡൻസീസ് ടു ഗെറ്റ് ഇറ്റ്. അപ്പോൾ പിള്ളേരെ പഴയതുപോലെ ഇപ്പോൾ ഡിസിപ്ലിൻ ചെയ്യാനൊക്കില്ല. ലോലെസ് ബിഹേവിയർ കനോട്ട് ബി കൺട്രോൾ എന്ന് വെച്ചാൽ കോർപ്പോറൽ പണിഷ്മെൻറ്റ് കൊണ്ട് ഡിസിപ്ലിൻ ചെയ്യണമെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ എന്നാൽ ഇപ്പോൾ പലരും വെൻ യു ഫേസ്, ഇപ്പോൾ നമ്മളൊരു ഇപ്പോൾ വളരെ 2 പിള്ളേർ തമ്മിൽ അടികൂടിയപ്പോൾ അതിൻ്റെ ഇടയിൽ ഇൻ്റർവീൻ ചെയ്ത ഒരു സാറിൻ്റെ പേരിൽ കേസെടുത്ത് ഹി ഹാഡ് ടു ഫേസ് പ്രോസിക്യൂഷൻ. അപ്പം അടി കഴിയുമ്പോഴത്തേക്ക് 2 പിള്ളേരും പാരൻസും കൂടെ ഇങ്ങനെതിരെ കേസ് കൊടുക്കുകയാണ്. ഐ മീൻ ഇറ്റ്സ് ആൻ എക്സെപ്ഷണൽ തിങ്. അപ്പോൾ ആ സിസ്റ്റം ഹാസ് ബിക്കം മച്ച് മോർ ഷാർപ്പ് എഡ്ജ്ഡ് ഇൻ വേരിയസ് വേസ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ കുട്ടികൾക്ക് അവർക്ക് ഈ പറഞ്ഞതുപോലെ ഒരു ഡെസ്പറേഷനോ ഫ്രസ്ട്രേഷനോ വന്നാൽ അതിനൊരു റിലീസില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പിന്നെ ഡ്രഗ്സ് ആർ അവൈലബിൾ. ഇറ്റ്സ് എ കമേഴ്ഷ്യൽ തിങ്, ഇറ്റ്സ് എ പ്രോഫിറ്റബിൾ ബിസിനസ്. ഇത്രയും ഒരു പഞ്ചസാരയുടെ തരിയുടെ അത്രയുള്ള ഒരു സാധനത്തിന് 1000 രൂപ. അപ്പോൾ അത് കൊണ്ടുവരാനും ഒളിച്ചു വയ്ക്കാനും ഒക്കെ എളുപ്പം. അപ്പോൾ എല്ലാ തരത്തിലുള്ള ഫാക്ടേഴ്സ് പ്രൊമോട്ട് ദ സ്പ്രെഡ് ഓഫ് ഡ്രഗ്സ്. അങ്ങനെയാണ്. അപ്പോൾ ഇപ്പോൾ അത് റെസിസ്റ്റ് ചെയ്യാനാണ് ഭയങ്കര പ്രയാസം. അപ്പോൾ അത് റെസിസ്റ്റ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ നേരത്തെ പറഞ്ഞ ജെൻഡർ ആറ്റിറ്റ്യൂഡ്സ് പോലെ ഫാമിലി, ഇറ്റ് ഷുഡ് സ്റ്റാർട്ട് ഫ്രം ദ ഫാമിലീസ്. ഐ വിൽ സേ 50% ഓഫ് ദ ഫാമിലീസ് ആർ ഡിസ്ഫങ്ഷണൽ ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ്. സിംഗിൾ പാരൻസ് ആയിട്ടുള്ളതുണ്ട്, പാരൻസ് ഉള്ളത് തന്നെ അവർ തമ്മിൽ സ്ട്രൈഫ് ഉള്ളതുണ്ട്, പിന്നെ ഉള്ളിടത്ത് ശ്രദ്ധയില്ലാത്തതുണ്ട്, പിള്ളേർക്ക് ടൈം കൊടുക്കാത്തതുണ്ട്. പിന്നെ പിള്ളേർക്ക് ടൈം കൊടുക്കുമ്പോൾ പലപ്പോഴും നേരത്തെ അർജുൻ തന്നെ പറഞ്ഞ ആംബിഷനാണ് അവരുടെ പേരിൽ അടിച്ചേൽപ്പിക്കുന്നത്. ആ പല കുട്ടികൾക്കും ഇപ്പോൾ IIT JEE എഴുതാനോ അല്ലെങ്കിൽ MBBS എൻട്രൻസ് എഴുതാനോ അവർക്ക് താല്പര്യം കാണില്ല. അവർ മേ ബി ഹാവിങ് സം അതർ ഇൻട്രസ്റ്റ്. അല്ല, ഇത് എഴുതിയേ പറ്റുള്ളൂ. നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ, വീട്ടുകാർ പറഞ്ഞുകൊണ്ട് ഡോക്ടറായി, എന്നിട്ട് പിന്നെ സിവിൽ സർവീസിൽ. അപ്പോൾ അറ്റ്ലീസ്റ്റ് ദ കിഡ് സർവൈവ് ടു ദാറ്റ് എക്സ്റ്റെൻറ്റ്. ഇവിടെ പലർക്കും അതിലോട്ട് ചെല്ലുമ്പോൾ ദേ ഡോണ്ട് കംപ്ലീറ്റ് ദ കോഴ്സ്. യു ഷുഡ് ലുക്ക് അറ്റ് ദ എഞ്ചിനീയറിംഗ് ഡ്രോപ്പ് ഔട്ട്സ്. പഠിക്കുന്ന പിള്ളേരിൽ ഒരു ലാർജ് പെർസെൻറ്റേജ് ഡസൻറ്റ് കംപ്ലീറ്റ് ദ കോഴ്സസ്. They're dropping out. What is it for?
അപ്പോൾ ദാറ്റ് ഷോസ് ദാറ്റ് ഇറ്റ്സ് ഒരു റോങ് കൺസെപ്റ്റ് റിഗാർഡിങ് ദ ഫ്യൂച്ചർ. പിന്നെ ഈ പാരൻ്റൽ പ്രഷർ എല്ലാം കൂടെ ചേർന്നിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഡ്രഗ്സ് ഇസ് എ പ്രോബ്ലം. സോ ഹൗ വെൽ എക്യുപ്ഡ് ഇസ് അവർ മെഷീനറി സർ? നമ്മുടെ സ്റ്റേറ്റ് മെഷീനറി ആണെങ്കിലും പോലീസിംഗ് ആണെങ്കിലും എത്രത്തോളം എത്ര എഫിഷ്യൻ്റ് ആണെങ്കിലും സാറ് പറഞ്ഞ പോലെ ആ മൈൻഡ് സെറ്റ് മാറാതെ നമുക്ക് മൈൻഡ് സെറ്റ് അതുപോലെ എൻഫോഴ്സ്മെൻറ്റ് കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാന്നുള്ളൊരു പ്രശ്നമല്ല. സൊസൈറ്റി ഹാസ് ടു ടേക്ക് ഇറ്റ് അപ്പ്. നമ്മുടെ സൊസൈറ്റി അറ്റ് ലാർജ്, ഇപ്പോൾ നമ്മുടെ ഏരിയയിൽ ഡ്രഗ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ സം പേഴ്സൺ ഷുഡ് ബി വില്ലിംഗ് ടു റിപ്പോർട്ട് ഇറ്റ്. സം പേഴ്സൺ അല്ലെങ്കിൽ ആൻഡ് ദ ലോക്കൽ റെസിഡൻഷ്യൽ അസോസിയേഷൻ നമ്മളൊരു എക്സാമ്പിൾ എടുത്താൽ ദേ ഷുഡ് ബി വില്ലിംഗ് ടു മേ ബി എൻഗേജ് ദോസ് പേഴ്സൺസ്. പക്ഷേ മെനി ടൈംസ് ദാറ്റ് ക്യാൻ ബി വെരി ഡേഞ്ചറസ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് പാസീവ്ലി അത് റിപ്പോർട്ട് ചെയ്ത് അതോറിറ്റീസിൻ്റെ അടുത്ത് കൊണ്ടുവരാൻ വില്ലിംഗ് ആയിരിക്കണം. അതുപോലെ നമ്മുടെ ഇപ്പം ഡ്രഗ്സ് ആ ഏജിൽ ചിൽഡ്രൻ വിൽ ട്രൈ എനിത്തിങ്. സോ ഡ്രഗ്സ് ഇസ് ജസ്റ്റ് വൺ തിങ് വിച്ച് ദേ വിൽ ട്രൈ. നമ്മൾ കാണുന്ന പോലെയല്ല അവരതിനെ കാണുന്നത്. പക്ഷേ അങ്ങനെ ട്രൈ ചെയ്ത് ഒരു ബുദ്ധിമുട്ട് നമ്മുടെ ഒരു ചൈൽഡിനുണ്ടെങ്കിൽ വി ഷുഡ് ബി ഏബിൾ ടു ഫസ്റ്റ് റിക്കഗ്നൈസ് ഇറ്റ്. ചൈൽഡിൻ്റെ ബിഹേവിയറൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഏർലി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കണം. മുറിയിൽ അടച്ചിരിക്കുന്ന മകൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടും പിന്നെ എന്തെങ്കിലും കാശ് വാങ്ങിക്കാനും മാത്രമായിട്ടുള്ള ഇൻട്രാക്ഷനായിട്ട് മകനോ മകളോ ആയിട്ടുള്ള ഇൻട്രാക്ഷൻ ചുരുങ്ങുമ്പോൾ യു കാൺ റിയലി നോട്ടീസ് ദ ഡിഫറൻസ് ഇൻ ദർ ബിഹേവിയർ. ഫിസിക് പണ്ടൊക്കെ നമ്മൾ വീട്ടിൽ വല്ലയിടത്തും വഴക്കുണ്ടാക്കിയിട്ട് വീട്ടിൽ ചെന്നാൽ രാത്രി അല്ലെങ്കിൽ വ്യത്യാസം രാവിലെ ആകുമ്പം മേത്ത് മുറിവുണ്ടെങ്കിൽ അമ്മയോ അച്ഛനോ കണ്ടുപിടിക്കും, ഒരു സംശയമില്ല. എന്നിട്ട് അതിന് ചോദ്യം ഉണ്ടാവും, പറച്ചിലുണ്ടാവും. ഇപ്പോൾ അതൊന്നും ഇല്ലല്ലോ, കാണാറില്ല, ചോദിക്കാറില്ല. അപ്പോൾ ആ ഒരു പാരൻ്റൽ ആ ഒരു ഫാമിലിയുടെ ഒരു കെട്ടുറപ്പ്, അതായത് എസെൻഷ്യലി ദാറ്റ് മീൻസ് ദാറ്റ് ദേ ഷുഡ് ബി യുണൈറ്റഡ്, ദ പാരൻറ്റ് ഷുഡ് ബി യുണൈറ്റഡ് അറ്റ്ലീസ്റ്റ് ആസ് ഫാർ ആസ് ദ ചൈൽഡ് ഇസ് കൺസേൺ. അപ്പോൾ ആ ഒരു പോയിന്റിലെങ്കിലും അവർ യുണൈറ്റഡ് ആയിരിക്കണം. ദേ ഷുഡ് റിക്കഗ്നൈസ് ദ സിംറ്റംസ് ആൻഡ് ദേ ഷുഡ് ആക്ട് അപ്പോൺ ഇറ്റ്. പലരിടത്തും ഞങ്ങൾ ഒരുപാട് ഹൺഡ്രഡ്സ് ഓഫ് കേസസ് നമ്മളിൽ എൻ്റെ മോൻ അങ്ങനെയൊന്നും ചെയ്യില്ല. ഇറ്റ്സ് എ ഡിനയൽ, ടോട്ടൽ ഡിനയൽ. ഡിനേ ചെയ്ത് അവൻ അവസാനം ഈ പറഞ്ഞ പോലെ ടി വി അടിച്ചു പൊട്ടിക്കുകയും അച്ഛൻ്റെ തലയിൽ ചൂടുവെള്ളം എടുത്ത് ഒഴിക്കുകയും ചെയ്യുന്ന സിറ്റുവേഷൻ ആകുമ്പോഴാണ് ഇത് വെളിയിൽ വരുന്നത്. കാരണം ദിസ് ഇസ് കൺസിഡേർഡ് എ സ്റ്റിഗ്മ. ഇപ്പോഴും കൗൺസിലിംഗ് എന്ന് പറയുന്നത്, കൗൺസിലിങ്ങിന് പോകണമെന്ന് വെച്ചാൽ നമ്മുടെ സൊസൈറ്റിയിൽ സംതിങ് റോങ്, അത് അവന് ഒരു കുഴപ്പമാണ്. അവന് ഇനി എൻ്റെ മോക്ക് കൗൺസിലിംഗ് വേണമെന്ന് പറഞ്ഞാൽ ഇനി അവർക്ക് നല്ല കല്യാണം കിട്ടുമോ, എൻ്റെ മോൻ അത് വേണമെന്ന് പറഞ്ഞാൽ അവൻ മറ്റേ ഡ്രഗ് യൂസറായിട്ട് റിജക്റ്റഡ് ആയി പോവുമോ, നാട്ടുകാർ ചിത്രീകരിക്കും. അതിപ്പോഴും നമ്മൾ മനസ്സിലാക്കില്ല. ഇത് ഇസ് എ ഡിസീസ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ കാറ്റഗറൈസസ് അഡിക്ഷൻ ആസ് എ ഡിസീസ്, ബട്ട് വി ട്രീറ്റ് ഇറ്റ് ആസ് എ ക്രൈം. ദ സൊസൈറ്റി ട്രീറ്റ്സ് ഇറ്റ് ആസ് എ ക്രൈം because there are criminal laws എല്ലാം ഉണ്ട്. Those are needed for the enforce. പക്ഷേ അഡിക്ഷൻ നീഡ്സ് ഹെൽപ്പ്. അഡിക്ഷൻ ഇസ് എ ഡിസീസ് വിച്ച് ഹാസ് ടു ബി ട്രീറ്റഡ്. അത് ആരും മനസ്സിലാക്കുന്നില്ല. മറ്റേ അപ്പുറത്തെ വീട്ടിലെ ചെറുക്കൻ ചെയ്താൽ അവനെ പിടിച്ച് അകത്താക്കണം. നമ്മുടെ വീട്ടിലെ ചെറുക്കൻ ചെയ്താൽ അവൻ ചെയ്യില്ല, അല്ലെങ്കിൽ ഐ റിഫ്യൂസ് ടു ഫേസ് ഇറ്റ്. ആ അവസാനം വലിയ കുഴപ്പമാകുമ്പോഴേ ഉള്ളൂ. അപ്പോൾ ദിസ് റിക്വയർസ്, ഇതിപ്പം എല്ലാ പാരൻസിനെയും നമുക്ക് അവർ സ്വന്തമായിട്ട് അവയർനെസ് പുസ്തകം വായിച്ച് വരും. അപ്പോൾ ഗവൺമെൻറ്റിൽ നിന്ന് ഗവൺമെൻറ് ഒരുപാട് പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്. പിന്നെ സിവിൽ സൊസൈറ്റി ഗ്രൂപ്പ്സ് ചെയ്യണം. ഇത് ഭയങ്കര ഒരു നെഗറ്റീവ്, ഇപ്പോൾ വലിയ പ്രശ്നമാണെന്ന് പറഞ്ഞു വരുന്നുണ്ടല്ലോ, അതേപോലെ ഒരു പ്രശ്നമാണെന്ന് ഇത് മനസ്സിലാക്കി ഒരു സൊസൈറ്റൽ ലെവലിൽ എല്ലാവരും, അതായത് നമ്മളുമായിട്ട് ഒരു ബന്ധവും ഇല്ലെങ്കിലും വി ഷുഡ് കോൺട്രിബ്യൂട്ട് ടു ഇറ്റ്. കാരണം ഡ്രഗ് അടിച്ച് വണ്ടി ഓടിച്ച് വരുന്നവൻ ചിലപ്പോൾ വല്ലയിടത്തുനിന്ന് വരുന്നതായിരിക്കും. നമ്മൾ റോഡിലോട്ട് ഇറങ്ങുമ്പോൾ നമ്മളെ കൊണ്ട് ഇടിച്ചാൽ ഇറ്റ് ലുക്സ് ലൈക്ക് എ ടോട്ടലി അൺറീസണബിൾ അൺറിലേറ്റഡ് തിങ്. പക്ഷേ അതിൻ്റെ പിറകിൽ ഡ്രഗ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അപ്പോൾ ഇവിടെ ഡ്രഗ് പ്രിവെൻറ്റ് ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ള ഒരു എന്താണ് ഒരു ബിയോണ്ട് ദ ഫിസിക്കൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ പീപ്പിൾ ഹാവ് ടു റിയലൈസ് ദാറ്റ് ദിസ് ഇസ് എൻ ഈവിൾ ആൻഡ് എവറിബഡി ഹാസ് ടു കം ഔട്ട് അഗൈൻസ്റ്റ് ഇറ്റ്. എനിക്കിപ്പം ഞങ്ങൾക്ക് മനസ്സിലായത് അതാണ്. വി ഹാവ് ട്രൈ ടു ഓർഗനൈസ് പ്രോഗ്രാംസ് ഇൻവോൾവിങ് ഓൾ ദ പീപ്പിൾ. അങ്ങനെ പലതരത്തിലുള്ള പക്ഷേ ദാറ്റ് ഇസ് ദ നീഡ് ഓഫ് ദ അവർ. പക്ഷേ അതൊരു ഇഷ്യൂ ആണ് ആൻഡ് ഇറ്റ് ഹാസ് ടു ബി ട്രീറ്റഡ്. Okay, sir. എന്തായാലും I think we can wrap it off. എന്തായാലും it has been a fantastic session and thank you so much for being നമ്മുടെ ആദ്യത്തെ ഇമ്പാക്റ്റിൻ്റെ ആദ്യത്തെ ഗസ്റ്റ് ആയത് തന്നെ വളരെയധികം സന്തോഷം. and it was really amazing to hear your perspective, sir. Thank you for giving me the opportunity. Oh, my pleasure. Wishing you great and happy and healthy life, sir. Thank you so much. Same to you. All success to you. Thank you, sir. Thank you.